الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونتوب إليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له، ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها، وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ ബഹുമാനമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അളവറ്റ ദയാപരനും സർവ്വലോകങ്ങളുടെ രക്ഷിതാവും നിയന്താവുമായ റബ്ബുൽ ഇസ്സത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനാ നിർദ്ദേശങ്ങളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുചര്യകളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിന്റെ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് അല്ലാഹു ഇഷ്ടപ്പെടുന്നവരായി ജീവിക്കാൻ ശ്രമിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും പ്രത്യേകമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെടുന്ന അവന്റെ അടിമകളിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഇബാദത്തിനെ കുറിച്ച് പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുള്ളത് എന്താണ്? ഇബാദത്ത്, അല്ലാഹുവിനുള്ള ആരാധന എന്താണ്? അതിനെക്കുറിച്ച് അത് വിശദീകരിച്ചത് അൽ ഇബാദത്തു ഇസ്മുൻ ജാമിഉൻ, അതൊരു കൂടിച്ചേർന്ന പദമാണ്. ലികുല്ലി മാ യുഹിബ്ബുഹുല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തൊക്കെ കാര്യങ്ങളാണോ ഇഷ്ടപ്പെടുന്നത് ആ കാര്യങ്ങളെല്ലാം കൂടിച്ചേർന്ന പദമാണ് ഇബാദത്ത്. മാത്രമല്ല, അവൻ തൃപ്തിപ്പെടുന്ന, അല്ലാഹു ഇഷ്ടപ്പെടുന്ന, അവൻ തൃപ്തിപ്പെടുന്ന കാര്യങ്ങൾ കൂടിച്ചേർന്നിട്ടുള്ളതാണ്. അള്ളാഹുവിന്റെ അടിമകളായ നമ്മുടെ ജീവിതത്തിൽ നിന്നുള്ള വാക്കുകളായും
പ്രവർത്തനങ്ങളായി അഥവാ ആന്തരികമായ ബാഹ്യമായ പ്രവർത്തനങ്ങളും വാക്കുകളും അള്ളാഹു ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ, അള്ളാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെടുന്ന രൂപത്തിൽ നമ്മൾ പ്രവർത്തിക്കുമ്പോഴാണ് അതിന് ഇബാദത്ത് എന്ന് പറയുക. നമുക്കറിയാം, ഇബാദത്തിന് ഒരുപാട് പദങ്ങളുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് അൻവാഉകളുണ്ട്, വിവിധ ഇനങ്ങളുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സൃഷ്ടിച്ചത് തന്നെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ്. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ആയത്താണ്. സൂറത്തുൽ ദാരിയാത്തിലെ 56-ാമത്തെ വചനം. മനുഷ്യവർഗത്തെ, ജിന്നുവർഗത്തെ നാം സൃഷ്ടിച്ചത് എന്നെ ഇബാദത്ത് ചെയ്യാൻ, എനിക്ക് വേണ്ടി ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ അത് പഠിപ്പിക്കാനാണ് കാലാകാലങ്ങളിൽ പ്രവാചകന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചത്. ഒരുപാട് പ്രവാചകന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുവേണ്ടി അയച്ചിട്ടുണ്ട്. സൂറത്തുൽ നഹ്ലിലെ 36-ാമത്തെ ആയത്തിൽ അല്ലാഹു അത് വ്യക്തമാക്കിയിട്ടുമുണ്ട്. വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലാ. ഓരോ സമുദായത്തിലേക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണ്? അനിഅ്ബുദുല്ലാഹ്, അല്ലാഹുവിനെ ആരാധിക്കാൻ വേണ്ടിയാണ്. വജ്തനിബുത് ത്വാഗൂത്ത്, ദുർമൂർത്തികളെ കൈവെടിയാൻ വേണ്ടിയാണ്. അത് തന്നെയാണ് സൂറത്തുൽ അൻബിയായിലെ 25-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കിയത്. വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനോട് പറയുകയാണ്, ഓ നബിയേ, താങ്കൾക്ക് മുൻപ് പ്രവാചകന്മാരെ നാം അയച്ചിട്ടില്ല, എങ്ങനെ വഹി നൽകപ്പെട്ടിട്ടല്ലാതെ. അവരെല്ലാവരും അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് വഹി നൽകിയത് അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദൂൻ, എന്നെ മാത്രം നിങ്ങൾ ആരാധിക്കണമെന്ന് വഹി നൽകിയിട്ടല്ലാതെ ഒരു പ്രവാചകനും അയക്കപ്പെട്ടിട്ടില്ല എന്ന് വ്യക്തമാക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ കാര്യം പഠിപ്പിക്കാനാണ് വേദഗ്രന്ഥങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരായ നമുക്ക് പ്രവാചകന്മാരിലൂടെ അവതീർണമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് വ്യക്തമായി പഠിപ്പിക്കുകയും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അത് കൃത്യമായി കൊണ്ട് അള്ളാഹുവിന്റെ വഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൃത്യമായി അത് അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഹദീസ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മനുഷ്യരൂപത്തിൽ വന്ന് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ ഇരുന്നു കൊണ്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എന്താണ് ഇസ്ലാം, എന്താണ് ഈമാൻ, എന്താണ് ഇഹ്സാൻ എന്നൊക്കെ ചോദിക്കുകയും അതിന് കൃത്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി പറയുകയും ചെയ്തത് നമ്മൾ ഈ സന്ദർഭത്തിൽ ഓർക്കുക. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് തന്നെ ഇബാദത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കണമെങ്കിൽ അതിന് പ്രധാനമായും 2 ഷർത്തുകളുണ്ട്. ആ 2 ഷർത്തുകൾ കൂടിച്ചേർന്നാൽ മാത്രമേ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഇബാദത്തുകൾ നമ്മിൽ നിന്നും സ്വീകരിക്കുകയുള്ളൂ. ഒന്നാമത്തെ ഷർത്ത് എന്താണെന്നോ? ഇഖ്ലാസുൽ അമലി. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുന്ന, അല്ലാഹുവിന് വേണ്ടി പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഇഖ്ലാസ് ഉണ്ടാവുക. ഇഖ്ലാസുൽ അമലി ലില്ലാഹ്, അല്ലാഹുവിന് വേണ്ടി മാത്രമാവുക എന്നുള്ളതാണ്. രണ്ടാമത് അതിനോട് ചേർന്ന് നിൽക്കുന്ന അതിന്റെ രണ്ടാമത്തെ ഷർത്ത് തജ്രീദുൽ മുതാബഅത്തി ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചെയ്യുന്ന പ്രവർത്തനങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത മാതൃകയിൽ നിന്ന് സ്ഥിരപ്പെട്ടതാവണം, പ്രമാണബദ്ധമാകണമെന്ന് ചുരുക്കം. അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ, ഇബാദത്തുകൾ, അഅ്മാലു സ്വാലിഹാത്തുകൾ മാത്രമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നും സ്വീകരിക്കുന്നത്. അതുകൊണ്ട് ഈ 2 ഷർത്തുകളില്ലാത്ത ഒരു പ്രവർത്തനവും അള്ളാഹുവിന്റെ ഇബാദുകളിൽ നിന്ന്, അള്ളാഹുവിന്റെ അടിമകളിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല. അത് ആര് തന്നെയായാലും, എത്ര വലിയ പ്രവർത്തനമായാലും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഫുർഖാനിലെ 23-ാമത്തെ ആയത്തിലൂടെ അതിന്റെ ഗൗരവം വ്യക്തമാക്കിയത്. അഥവാ അങ്ങനെ അല്ലാത്ത പ്രവർത്തനങ്ങൾക്ക് എന്ത് സംഭവിക്കും എന്നുള്ളത് അള്ളാഹു മുൻകൂട്ടി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. വഖദിംനാ ഇലാ മാ അമിലു മിൻ അമലിൻ ഫജഅൽനാഹു ഹബാഅൻ മൻസൂറാ. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള ആ ആളുകളുടെ പ്രവർത്തനങ്ങളിലേക്ക്, അവർ പ്രവർത്തിച്ച കർമ്മങ്ങളിലേക്ക് നാം തിരിയുകയും അങ്ങനെ അവരുടെ ആ കർമ്മങ്ങളെ ചിതറിയ ധൂളികളെ പോലെ ആക്കി തീർക്കുകയും ചെയ്യുമെന്ന്
വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രമാണബദ്ധമാകണം നമ്മുടെ പ്രവർത്തനങ്ങൾ. അത് കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച ഈ 2 ഷർത്തുകൾക്ക് അനുസൃതമായിട്ടാകണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഈ ഷർത്തുകൾക്ക് കൃത്യമായി അത് പാലിക്കുന്നവയാകണമെന്ന് നമുക്ക് മനസ്സിലാക്കാം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഗൗരവമായി നമ്മൾ ഉണർത്തിയത്. മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ, ഈ പ്രവർത്തനങ്ങൾ നാം ഈ പഠിപ്പിച്ചിട്ടുള്ള ഹദീസുകളായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സുന്നത്തുകളായി പഠിപ്പിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ, അതിലല്ലാത്ത എന്തെങ്കിലും പുതുതായ കാര്യങ്ങൾ, നമ്മുടെ കാര്യത്തിൽ പെടാത്തത് ആരെങ്കിലും പുതുതായി കൊണ്ടുവന്നാൽ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ, അത് തള്ളപ്പെടേണ്ടതാണ് എന്ന് വ്യക്തമാക്കിയതും അതുകൊണ്ടാണ്. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത ഒരു കാര്യം അത് അള്ളാന്റെ റസൂൽ പഠിപ്പിച്ചതാണെന്ന് കളവ് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ വ്യാജമായ ഹദീസുകൾ നിർമ്മിച്ചുകൊണ്ട് അതിനെ സ്ഥാപിക്കാൻ ശ്രമിച്ചാൽ അത് തള്ളപ്പെടേണ്ടതാണ്, അത് ബിദ്അത്താണ്, അതൊരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല എന്ന് പ്രവാചകൻ വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ സൂചിപ്പിച്ചല്ലോ, ഇബാദത്തിന് ഒരുപാട് ഇനങ്ങളുണ്ട്. എന്നാൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ, ഇബാദത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറയുന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിലാണ് അത് നമ്മിൽ നിന്ന് സ്വീകരിക്കുക. അഥവാ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട്, അള്ളാഹുവിനെ മാത്രം ഭയപ്പെട്ടുകൊണ്ടായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത് ഏതൊരു കർമ്മവും. മാത്രമല്ല അള്ളാഹിനെ കുറിച്ചിട്ടുള്ള പ്രതീക്ഷ ആ പ്രവർത്തനത്തിന്റെ അമലിൽ ഉണ്ടാകണം. ഈ ചെയ്യുന്ന കാര്യം അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെനിക്ക് പ്രതിഫലം നൽകുമെന്ന പ്രതീക്ഷയുണ്ടാകണം, ഇത് സ്വീകരിക്കുമെന്ന പ്രതീക്ഷയുണ്ടാകണം. മാത്രമല്ല അതിലൊരു ഭയവും ഉണ്ടാകണം, റഹ്ബത്തും ഉണ്ടാകണം. മാത്രമല്ല പടച്ച റബ്ബിൽ തവക്കുലാക്കിയിട്ടായിരിക്കണം എല്ലാ പ്രവർത്തനങ്ങളും ഉണ്ടാവേണ്ടത്. എല്ലാ പ്രവർത്തനങ്ങളും അല്ലാഹുവിൽ ഭയമേൽപ്പിച്ചുകൊണ്ടായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ടത്. ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി സൂക്ഷിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ പ്രവർത്തിച്ചാൽ അള്ളാഹുവിന്റെ മഹത്തായ ഫദ്ല് കൊണ്ട് അത് അവൻ സ്വീകരിക്കും. അപ്പോഴാണ് അള്ളാഹു നമ്മുടെ അതിനു ശേഷമുള്ള കാര്യങ്ങൾ നമുക്ക് നൽകുക. എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ലഭിക്കുക? അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറഞ്ഞ രൂപത്തിൽ നമ്മൾ മുന്നോട്ട് നീങ്ങിയാൽ, അഥവാ തഖ്വയുള്ളവരായി നമ്മൾ ജീവിച്ചാൽ എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് അള്ളാഹു നൽകാമെന്ന് പറഞ്ഞിട്ടുള്ളത്? ഒരു 10ഓളം കാര്യങ്ങൾ സൂചിപ്പിക്കാം. 10ഓളം കാര്യങ്ങൾ പടച്ച റബ്ബിനെ സൂക്ഷിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിച്ചാൽ നമുക്ക് അള്ളാഹു നൽകുമെന്ന് കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. വളരെ ഗൗരവമായി നമ്മൾ മനസ്സിലാക്കണം. ഏതൊരു കർമ്മവും ഏതൊരു കാര്യവും നമുക്ക് ചെയ്യാൻ താല്പര്യമുണ്ടാവുന്നത് അതിന് ചില നേട്ടങ്ങളൊക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കുമ്പോഴാണ്. ഓരോ മേഖലകൾ നമ്മൾ പ്രവർത്തിക്കുന്ന ആളുകളാണല്ലോ. ഓരോ സന്ദർഭങ്ങളിലും നമ്മുടെ കൂടെയുള്ള ആളുകളെ നമ്മൾ ഇത് പറഞ്ഞിട്ടാണ് അവരെ കൃത്യമായി നമ്മുടെ പാതയിലേക്ക് നയിക്കുന്നത്. ഒരു അധ്യാപകനാണെങ്കിൽ തന്റെ വിദ്യാർത്ഥികളെ, ഒരു കുടുംബനാഥനാണെങ്കിൽ തന്റെ കീഴിലുള്ളവരെ, ഒരു മേലുദ്യോഗസ്ഥനാണെങ്കിൽ തന്റെ കീഴിലുള്ള മറ്റുള്ള ആളുകളെയൊക്കെ നിങ്ങൾ ഇങ്ങനെയൊക്കെ പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് ഇന്ന നേട്ടമുണ്ടാകും എന്ന് പറയുമ്പോഴാണ്. അതുകൊണ്ട് ശേഷം പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ടാവണം. ഒന്നാമതായി അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിച്ചാൽ അല്ലാഹുവിന്റെ അടിമകൾക്ക് നൽകാമെന്ന് പറഞ്ഞിട്ടുള്ളത് പടച്ച റബ്ബിന്റെ അനുഗ്രഹമാണ്, അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹമാണ്. വിശുദ്ധ ഖുർആനിൽ തന്നെ സൂറത്തുൽ അഅറാഫിലെ 96-ാമത്തെ വചനത്തിൽ അല്ലാഹു ഇത് വ്യക്തമാക്കിയിട്ടുണ്ട്. വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനൂ വത്തഖൗ ലഫതഹ്നാ അലൈഹിം ബറകാതിൻ മിനസ് സമാഇ വൽ അർദ് വലാകിൻ കദ്ദബൂ ഫഅഖദ്നാഹും ബിമാ കാനൂ യക്സിബൂൻ. ആ ഗ്രാമവാസികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൽ വിശ്വസിക്കുകയും തഖ്വ പാലിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ അവർക്ക് നാം ആകാശ ഭൂമികളുടെ കവാടങ്ങൾ, ബറക്കത്തിന്റെ അനുഗ്രഹത്തിന്റെ കവാടങ്ങൾ അവർക്ക് തുറന്നു കൊടുക്കുമായിരുന്നു. പക്ഷേ അവർ കളവാക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ നാം അവർ പ്രവർത്തിച്ചത് മുഖേന അവരെ പിടികൂടുകയാണ് ചെയ്തത്. കൃത്യമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട്, പടച്ച റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്നാണ്. അവിടെ അതിനെക്കുറിച്ച് അതിന് മുഫസ്സിരിങ്ങൾ വിശദീകരിച്ച് എന്താണെന്നോ, പരീക്ഷണങ്ങൾ കൊണ്ട്, അവരുടെ പരീക്ഷണങ്ങൾ കൊണ്ട്, അതുപോലെ തന്നെ
ആ അനുഗ്രഹങ്ങൾ ഊരിയെടുത്തുകൊണ്ടാണ് അള്ളാഹു തിരിച്ചവരെ പിടികൂടുക. മാത്രമല്ല ധാരാളക്കണക്കിന് ആപത്തുകൾ വരുത്തിക്കൊണ്ടാണ് പിടികൂടുക. അത് സംഭവിക്കുന്നത് ഒരു പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ അനുസരിക്കാതെ തഖ്വ കൈവെടിഞ്ഞുകൊണ്ട് തോന്നിയ രൂപത്തിൽ ജീവിക്കുന്നത് കൊണ്ടാവാം. അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കാര്യങ്ങൾ തഖ്വയോടുകൂടി ശ്രദ്ധിക്കാതെ ജീവിതത്തിൽ പകർത്താതെ ജീവിച്ചാൽ ഒരു പക്ഷെ അള്ളാഹുവിന്റെ പരീക്ഷണമായി അങ്ങനെ സംഭവിക്കാമെന്ന് നമുക്ക് മനസ്സിലാക്കാം. രണ്ടാമത്, അമലുകൾ നന്നാക്കുവാനും പാപങ്ങൾ കഴുകുവാനുമുള്ള അവസരമാണ് മുത്തഖിയായി ജീവിക്കുക എന്ന് പറഞ്ഞാൽ. ഒരു തഖ്വയുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ എപ്പോഴും അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ പാപങ്ങൾ, ചെറുപാപങ്ങൾ അള്ളാഹു അവന് പുറത്തു കൊടുക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ജീവിതത്തിൽ അവന് സംഭവിക്കുന്ന കാര്യങ്ങളിലൂടെ നേട്ടങ്ങൾ വർദ്ധിപ്പിച്ചു കൊടുക്കും. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വഖൂലു ഖൗലൻ സദീദാ, സത്യവിശ്വാസികളെ അള്ളാഹുവിനെ സൂക്ഷിക്കണേ, ഏറ്റവും നല്ല വാക്കുകൾ നിങ്ങൾ പറയണേ. ശേഷമുള്ള ആയത്ത് നിങ്ങൾ പരിശോധിക്കുക. യുസ്ലിഹ് ലക്കും അഅമാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും വമൻ യുതിഇല്ലാഹ വറസൂലഹു ഫഖദ് ഫാസ ഫൗസൻ അദീമാ. നമ്മൾ എപ്പോഴും കേൾക്കുന്ന ആയത്താണ്. പ്രിയപ്പെട്ടവരെ, സൂറത്ത് അഹ്സാബിലെ ഈ ആയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ ജീവിച്ചാൽ ഒരു മനുഷ്യന് അള്ളാഹു നൽകുന്നത് എന്താണെന്നോ, ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ മുത്തഖികളായ അടിമകളിൽ നിന്ന് മാത്രമാണ് പ്രവർത്തനങ്ങൾ സ്വീകരിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല മുത്തഖികളിൽ നിന്ന് മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. അതുകൊണ്ട് തഖ്വയോടുകൂടി ജീവിച്ചാൽ വയുവഫിഖു ഫിഹിൽ ഇൻസാനു അമലു സ്വാലിഹ്, അള്ളാഹു അവന് നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള, സ്വാലിഹായ അമലുകൾ ചെയ്യാനുള്ള തൗഫീഖ് അവന് നൽകും. അതുകൊണ്ട് തന്നെ യുസ്ലിഹ് ലക്കും അഅമാലക്കും, അവന്റെ പ്രവർത്തനങ്ങൾ നന്നാക്കും. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, അവന്റെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കും. നിങ്ങളുടെ പാപങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരും. ആരാണോ അള്ളാഹുവിനെ അനുസരിക്കുന്നത്, അള്ളാഹുവിന്റെ റസൂലിനെ അനുസരിക്കുന്നത്, ഫഖദ് ഫാസ ഫൗസൻ അദീമാ, അവനാണ് മഹത്തായ വിജയം വരിച്ചവൻ. അതുകൊണ്ട് തന്നെ ഇത് തഖ്വയുള്ള ആളുകൾക്ക് അള്ളാഹു നൽകുന്നതാണ്. അടുത്തതായി, പടച്ച റബ്ബ് ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, തഖ്വയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പടച്ച റബ്ബ് അവന് വഴികാട്ടി കൊടുക്കും, ഉപജീവന മാർഗം നൽകും. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ ومن يتق الله يجعل له مخرجا ويرزقه من حيث لا يحتسب. രണ്ട് സംഗതികളാണ്. ഒന്ന്, ആര് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ച അവൻ അള്ളാഹു ഒരു ജീവിത മാർഗം, ഒരു തുറവി, ഒരു മുന്നോട്ടുള്ള ഒരു വഴി ഉണ്ടാക്കി കൊടുക്കും, ഒരു പോംവഴി ഉണ്ടാക്കി കൊടുക്കും. മാത്രമല്ല അവൻ അള്ളാഹു ആ മനുഷ്യൻ വിചാരിക്കാത്ത മാർഗത്തിലൂടെ അവൻ അള്ളാഹു റിസ്ഖിനെ നൽകും. പല സ്ഥലങ്ങളിൽ അള്ളാഹു ഇത് പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു ഗുണമായി പറഞ്ഞു, അവന്റെ കാര്യങ്ങളിൽ അള്ളാഹു എളുപ്പമുണ്ടാക്കി കൊടുക്കും. മുത്തഖിയായ മനുഷ്യനാണോ, പടച്ച റബ്ബിനെ പേടിച്ചുകൊണ്ട് ജീവിക്കുന്നവനാണോ, തഖ്വയുള്ളവനാണോ എങ്കിൽ അവന്റെ കാര്യങ്ങൾ അള്ളാഹുവിന് എളുപ്പമുണ്ടാക്കി കൊടുക്കും. അള്ളാഹുവിനെ ആര് സൂക്ഷിച്ച് ജീവിച്ചോ, യുകഫിർ അൻഹു സയ്യിആതിഹി വയുഅ്ദിം ലഹു അജ്റാ, ഈ ഇഹലോകത്തെയും പരലോകത്തെയും കാര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ തർത്തീബാക്കി കൃത്യമാക്കി കൊടുക്കും. ഒരു ബേജാറും ഒരു പ്രയാസവും ഇല്ലാത്ത രൂപത്തിൽ അവന് എളുപ്പമാക്കി കൊടുക്കുമെന്നാണ് അതിനെ വിശദീകരിച്ചുകൊണ്ട് മുഫസ്സിരീങ്ങൾ പറഞ്ഞിട്ടുള്ളത്. സഹോദരങ്ങളെ, ആര് അള്ളാഹുവിനെ സൂക്ഷിക്കുന്നുവോ ആ മനുഷ്യന്റെ കാര്യങ്ങൾ അള്ളാഹു അവന് സഹല അലൈഹി കുല്ല അസീറ, അവന് എല്ലാ പ്രയാസങ്ങളെയും അള്ളാഹു എളുപ്പമുണ്ടാക്കി കൊടുക്കും. ഇത് നെഞ്ചേറ്റണം. നമ്മുടെ ജീവിതത്തിൽ തഖ്വയോടുകൂടി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പടച്ച റബ്ബ് കാര്യങ്ങൾ എളുപ്പമാക്കി തരുമെന്ന ദൃഢവിശ്വാസം നമുക്ക് ഉണ്ടാകണം. അള്ളാഹു നമുക്ക് മഖ്റജ് ഉണ്ടാക്കി തരുമെന്ന, റിസ്ഖ് വിശാലത നൽകുമെന്ന പടച്ച റബ്ബിന്റെ കൽപ്പനയാണത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് റിസ്ഖിനെ നൽകുകയും നിങ്ങൾ വിചാരിക്കാത്ത മാർഗത്തിൽ അള്ളാഹു അത് നിങ്ങൾക്ക് പൂർത്തീകരിച്ചു തരുമെന്ന് പടച്ച റബ്ബിന്റെ കൽപ്പനയാണ്. സഹോദരങ്ങളെ, മാത്രമല്ല ആ മനുഷ്യന് ഫുർഖാനായിട്ട് അള്ളാഹു കഴിവ്, ഫുർഖാൻ, സത്യം അസത്യവും ഹക്കും ബാത്തിലും ഹലാലും ഹറാമും മനസ്സിലാക്കാനും അതിന് കൃത്യമായി മനസ്സിലാക്കി ജീവിതത്തിൽ മുന്നോട്ട് പോകാനുള്ള കഴിവിനെ അള്ളാഹു നൽകും. അത് മുത്തഖിയായ മനുഷ്യർക്കാണ് ഉണ്ടാവുക. അല്ലെങ്കിലോ അവന് ഹലാലിനും ഹറാമിനും തദൂറു ബൈനൽ ഹലാലി വൽ ഹറാം, ഹറാമിനും ഹലാലിനും കടന്ന് അവൻ തിരിഞ്ഞു പോകും. താൻ ചെയ്യുന്ന ബിസിനസ് അത് എന്താണ് അവസ്ഥ, അതിൽ ഹലാലാണോ അത് ഹറാമാണോ എന്ന് പോലും ചിന്തിക്കാതെ വർഷങ്ങളോളം ആ സംശയത്തോടു കൂടി തന്റെ സമ്പാദ്യത്തിലേക്ക് കാശുകൾ സമ്പാദിക്കുന്ന ആളുകളുണ്ട്. ഒന്ന് കൃത്യമായിട്ട് തീരുമാനമെടുക്കാൻ കഴിയാത്ത ആളുകളുണ്ട്. എന്തുകൊണ്ടാണ്?
കൃത്യമായി പടച്ച റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന മനുഷ്യനാണെങ്കിൽ ആ ഒരു ഫുർഖാൻ, അത് സത്യാസത്യ വിവേചനത്തിനുള്ള കഴിവ് അള്ളാഹു നൽകുമെന്നാണ്. അത് മുത്തഖികൾക്കാണ് നൽകുക. മാത്രമല്ല അള്ളാഹു അവർക്ക് ഇൽമു വർദ്ധിപ്പിച്ചു കൊടുക്കും. പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും വലിയ ആയത്തായ സൂറത്ത് ദൈനിലെ ആ ആയത്ത് അവസാനിക്കുന്ന ഭാഗത്ത് നമുക്ക് കാണാം അല്ലാഹു സുബ്ഹാനഹു വ തആല വത്തഖുല്ലാഹ് വയുഅല്ലിമുകുമുല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ സൂക്ഷിക്കണേ, മാത്രമല്ല നിങ്ങൾ ഇത് പഠിപ്പിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി പറഞ്ഞ കാര്യങ്ങൾ സൂക്ഷിച്ച് ജീവിച്ച മനുഷ്യർക്ക് അല്ലാഹു അതിനെക്കുറിച്ചിട്ടുള്ള ഇൽമു നൽകും. ദീനിൽ കാര്യങ്ങൾ പഠിക്കാനുള്ള ഇൽമ് അത്തരം ആളുകൾക്കാണ് അതിനുള്ള തൗഫീഖ് നൽകുക എന്ന് അതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മാത്രമല്ല സൂറത്ത് നൂഹിലെ വചനങ്ങളിലൂടെ നമ്മൾ കണ്ണോടിച്ചാൽ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യൻ, മുത്തഖിയായ മനുഷ്യനാണെങ്കിൽ ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബ്ഹാനഹു വ തആല മഴമേഘങ്ങൾ വർഷിപ്പിച്ചു കൊടുക്കും. അവരുടെ സമ്പത്തിലും സന്താനങ്ങളിലും അള്ളാഹു വർധനവിനെ കൊടുക്കുകയും അവർക്ക് മേഘവും അതുപോലെ തന്നെ പുഴയും ഒക്കെ ഒഴുക്കി കൊടുക്കുമെന്ന് നമുക്ക് കാണാൻ കഴിയും. ഒരുപാട് ആയത്തുകളിലൂടെ ഈ കാര്യങ്ങൾ നമുക്ക് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു തരികയാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് ഏറ്റവും നല്ല ത്വയ്യിബായിട്ടുള്ള ഒരു ജീവിതം, വിശിഷ്ടമായ ഒരു ജീവിതം നൽകാമെന്ന് മുത്തഖിയായ ഒരു മനുഷ്യന് കിട്ടുന്ന നേട്ടമായിട്ട് അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. മൻ ആമില സ്വാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസ, ആണാവട്ടെ പെണ്ണാവട്ടെ, കൃത്യമായി ഒരു സൽക്കർമ്മം ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഒരാണാവട്ടെ പെണ്ണാവട്ടെ, വഹുവ മുഅ്മിൻ, ഒരു ദൃഢവിശ്വാസിയായിക്കൊണ്ട്, ഫലനുഹ്യിയന്നഹു ഹയാതൻ ത്വയ്യിബ, ഏറ്റവും വിശിഷ്ടമായ ജീവിതം അവന് നാം നൽകും. അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും നല്ല പ്രതിഫലമായി അള്ളാഹുവിന്റെ തൃപ്തിയും അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന സ്വർഗവും അവന് നൽകുമെന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ്. മാത്രമല്ല പടച്ച റബ്ബിന്റെ സംരക്ഷണം ഉണ്ടാകും. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് വെച്ചുകൊണ്ട് തന്നെ പടച്ചവന്റെ സംരക്ഷണം നൽകുന്നത് മുത്തഖികളായ ആളുകൾക്കാണ്. അതിനുള്ള സാക്ഷ്യങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ചരിത്ര സംഭവത്തിൽ, ആ ഗുഹാവാസികളുടെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. 3 ആളുകൾ ഗുഹയിൽ അഭയം തേടിയ ചരിത്രം നമുക്കറിയാലോ. ആ ഗുഹയിൽ അഭയം തേടിയപ്പോൾ മുകളിൽ നിന്ന് വന്ന അടഞ്ഞ ആ പാറക്കല്ലി ഗുഹാമുഖം അടച്ചു കളഞ്ഞപ്പോൾ ഇനി എങ്ങനെ രക്ഷപ്പെടുമെന്ന് ആ വേവലാതിപ്പെട്ട് നിൽക്കുന്ന ആ സഹോദരങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ നിന്ന് രക്ഷപ്പെടുത്തിയത് എങ്ങനെയാണ്? അവരുടെ ജീവിതത്തിൽ അവർ തഖ്വ പാലിച്ച് ജീവിച്ച സന്ദർഭത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില സന്ദർഭങ്ങൾ, അതിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത് എടുത്തു വെച്ച് അള്ളാഹുവിലേക്ക് വസീല ചെയ്തു. മാതാപിതാക്കളെ സംരക്ഷിച്ചതും തന്റെ ജോലിക്കാരന് കുറെ കാലങ്ങൾക്ക് ശേഷം അത് മുഴുവനായിക്കൊണ്ട് കൂലിപ്പൈസ കൊടുത്തതും, ഒരു താഴ്വര നിറയെ ആടുമാടുകളും അതിനെ നോക്കാനുള്ള ആളുകളും അടക്കം തിരിച്ചു കൊടുത്തതും, തന്റെ അടുക്കലേക്ക് സമീപിച്ച തന്റെ പിതൃവിന്റെ മകളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാനുള്ള അവസരം ഉണ്ടായിട്ടും അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് തന്റെ പണക്കിഴി, ആ സ്വർണ്ണ നാണയങ്ങൾ അടങ്ങിയ കിഴി അവിടെ നേരെ എറിഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ പേടിച്ചവിടുന്ന് ഓടി രക്ഷപ്പെട്ടത് 3 സന്ദർഭങ്ങൾ എടുത്തു വെച്ചുകൊണ്ട് വസീല ചെയ്തു അള്ളാഹുവിലേക്ക്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ രക്ഷപ്പെടുത്തി. ഭീമമായ പാറക്കല്ല് നീങ്ങി അവർ രക്ഷപ്പെട്ടു. മറ്റൊരു സന്ദർഭം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനെ പഠിപ്പിക്കുന്നുണ്ട്. ഒരു മേഘത്തിൽ നിന്നൊരു ശബ്ദം കേൾക്കുന്നു, ഇസ്ഖി ഹദീഖത ഫുലാൻ, ഇന്ന ആളുടെ തോട്ടത്തിലേക്ക് നനക്കുക എന്നുള്ള ശബ്ദമാണ്. ഇത് കേട്ട ഒരു മനുഷ്യൻ, ഈ ശബ്ദം കേട്ട ഒരു മനുഷ്യൻ ഇന്ന ആളുടെ തോട്ടത്തിലേക്ക് എന്ന് പറഞ്ഞൊരു മേഘത്തിൽ നിന്ന് ശബ്ദം കേൾക്കുകയും ആ മഴമേഘം നീങ്ങി അതിശക്തമായി മഴ വർഷിച്ച് ആ വെള്ളത്തിന്റെ പിന്നാലെ ഈ മനുഷ്യൻ പോയപ്പോൾ ഒരു സാധു മനുഷ്യൻ തന്റെ കൈക്കോട്ട് കൊണ്ട് ആ വെള്ളം ഇങ്ങനെ തന്റെ തോട്ടത്തിലേക്ക് തിരിച്ചുവിടുന്നു. സംഭവം വിശദീകരിക്കുന്നു. ഇന്ന ശബ്ദം കേട്ടു, നിങ്ങളുടെ പേരാണ് കേട്ടത്, അതിനു മാത്രം എന്താണ് താങ്കൾ നന്മ ചെയ്തിട്ടുള്ളത്? അള്ളാഹു താങ്കൾക്ക് വേണ്ടി പ്രത്യേകമായി മഴ വർഷിപ്പിച്ചു, എന്താണ് താങ്കൾ ചെയ്ത നന്മ? അയാളത് വിശദീകരിച്ചപ്പോൾ ആ ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്താ, ഫഇന്നി അജ്അലുഹാ അലാ സലാസതി അസ്ലാഫ്, ഞാൻ എന്റെ സമ്പാദ്യം 3 ആയിട്ട് ഭാഗിക്കും. അതിൽ ഒന്ന് ഞാൻ എന്റെ കുടുംബത്തിന് എനിക്കും വേണ്ടി മാറ്റിവെക്കും. രണ്ടാമത്തെ ഒരു ഭാഗം വീണ്ടും അതിലേക്ക് കൃഷി ഇറക്കാൻ വേണ്ടി ഉപയോഗിക്കും. മൂന്നാമത്തെ ഒരു ഭാഗം പാവപ്പെട്ടവർക്കും ചോദിച്ചു വരുന്നവർക്കും ഞാൻ നൽകും. നമ്മൾ ആ 3ാമത്തെ കാര്യം പ്രത്യേകം നോട്ട് ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് അല്ലാഹുവിൽ തഖ്വയോട് കൂടി ജീവിച്ച മനുഷ്യന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി.
പ്രത്യേകം മഴ വർഷിപ്പിച്ചു നൽകി. നോക്കൂ നിങ്ങൾ, ഇതിനൊക്കെ എത്രയെത്ര സംഭവങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ പടച്ചറബിനെ പേടിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കാര്യങ്ങൾ അനുസരിച്ചുകൊണ്ട് വേറെ ആരും നമ്മളെ കൈപിടിക്കാനില്ലാത്ത, വേറെ ആരും നമ്മളെ നിയന്ത്രിക്കാനില്ലാത്ത ഏത് സന്ദർഭത്തിലാകട്ടെ, രഹസ്യ ജീവിതത്തിലാകട്ടെ പരസ്യ ജീവിതത്തിലാകട്ടെ, പടച്ചറബിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ നമ്മൾ തയ്യാറായാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് വെച്ചുകൊണ്ട് തന്നെ നമ്മളെ സഹായിക്കുമെന്നതിന് തെളിവാണ് ഈ കാര്യങ്ങളൊക്കെ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സ്വഹീഹായിട്ടുള്ള ഹദീസുകളാണ് ഇതെല്ലാം. മാത്രമല്ല നേരത്തെ കേട്ട ആയത്തുകൾ നമ്മൾ മനസ്സിലാക്കുക സഹോദരങ്ങളെ. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് പടച്ചറബിനെ തൃപ്തിപ്പെടുന്ന, അള്ളാഹു തൃപ്തിപ്പെടുന്ന ഒരു ജീവിതം നയിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അള്ളാഹു അതിനുള്ള തൗഫീഖിനെ നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ ونصلي ونسلم على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين وبعد اتقوا الله عباد الله. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് പടച്ചറബിന്റെ കൽപ്പന നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജീവിതത്തിൽ പകർത്തി ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന നിർദ്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി തഖ്വയോടുകൂടി ജീവിച്ചാൽ നമുക്ക് ലഭിക്കുന്ന ഏതാനും ചില കാര്യങ്ങളാണ് സൂചിപ്പിച്ചത്. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിന് വഴിപ്പെട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എത്ര തന്നെ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നതായാലും നഷ്ടമുണ്ടാക്കുന്നതായാലും അതിനെ വളരെ സ്നേഹത്തോടെ, വളരെ ആത്മാർത്ഥതയോടെ, ഇഷ്ടത്തോടുകൂടി ചെയ്യാൻ, അതിൽ നിന്നുണ്ടാകുന്ന ഏതു തരത്തിലുള്ള പ്രയാസങ്ങളും നമുക്ക് സഹിക്കാൻ തയ്യാറാകുമ്പോഴാണ് അള്ളാഹുവിന്റെ അതിമഹത്തായ സ്വർഗവും അള്ളാഹുവിന്റെ മഹത്തായ ഇസ്തിഗ്ഫാറും നമുക്ക് ലഭിക്കുക. അതുകൊണ്ട് തന്നെ ആ ഒരു രൂപത്തിൽ മുന്നോട്ട് പോകാൻ നമ്മൾ തയ്യാറാവേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹു ഇഷ്ടപ്പെടുന്ന ആളുകളിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ധാരാളം സഹോദരങ്ങൾ അള്ളാഹു അവർക്കൊക്കെ ശിഫാഹിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയ നമ്മുടെ സഹോദരങ്ങൾക്ക് അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മാതാപിതാക്കളോടൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم وغفر لنا بانواع رحمتك يا ارحم الراحمين. وصلى الله على نبينا محمد وعلى اله وصحبه اجمعين والحمد لله رب العالمين.